നിങ്ങൾ ഇപ്പോൾ ദൈവ ശുശ്രൂഷകരാണ്. ഒരു കുടുംബത്തെ ദൈവികമായി സ്വർഗീയമായി നിങ്ങൾ അധ്വാനിച്ച് വളർത്തിയെടുക്കുകയാണ്. ഒരു ജീവിത പങ്കാളിയെ, ചില മക്കളെ നിങ്ങൾ സ്വർഗീയരായി അവരെ വളർത്തുകയാണ്. ഒരു കുടുംബം വരം ലഭിച്ചവർക്കല്ലാതെ ഇത് ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബജീവിതം അതൊരു വിളിയാണ്, വലിയൊരു വിളിയാണ്. പരിശുദ്ധാത്മാവിലാണ് ഈ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഈ വിളിയിലേക്ക്, ഈ വിളിക്കായി നിയോഗിച്ച് കുടുംബത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം നമ്മുടെ അപ്പനായ ദൈവമാണ്. ദൈവം നമുക്കെല്ലാമായ ദൈവമാണ്. ആ ദൈവത്തെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന പേര് നൽകി വിളിക്കാവുന്ന ഒരു നല്ല ദൈവത്തെയാണ് യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ കണ്ടെത്തിയത്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ഏത് പേരിൽ അറിയപ്പെടാൻ നിങ്ങൾ ആ യേശുവിനെ ഏത് നിലയിൽ കണ്ടെത്തി? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു അപ്പനായ യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞോ? നിങ്ങളുടെ രക്ഷകനായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞോ? നിങ്ങളുടെ എല്ലാമായി, നിങ്ങളുടെ സ്വന്തമായി, നിങ്ങൾക്കെല്ലാം ആയിത്തീരുന്ന ഒരു ദൈവമായി ആ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. നിങ്ങളെപ്പോലെ ഒരു ഭാഗ്യമുള്ളവൻ വേറെ ആരും ഉണ്ടായിരിക്കില്ല. ദൈവം ഒരപ്പനായി തീർന്ന മനുഷ്യൻ, ദൈവം ഒരപ്പനായി തീർന്ന മകൻ, ദൈവം ഒരപ്പനായി തീർന്ന മകൾ. ഹല്ലേലൂയ! അതുകൊണ്ടല്ലേ ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് പരിചയപ്പെടുത്തി നമുക്കൊരു അപ്പനാക്കി യേശു കൈമാറിയിരിക്കുകയാണ് നമ്മുടെ നല്ല ദൈവത്തെ. ഹല്ലേലൂയ! എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് മനുഷ്യ ശക്തി കൊണ്ടും മനുഷ്യന്റെ കഴിവ് കൊണ്ടും ചെയ്തെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്: ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയമായ എന്ത് കാര്യം നമുക്ക് നൽകപ്പെടണമോ, നമുക്ക് ലഭിക്കണമോ, നമ്മളത് ചെയ്യണമോ, ദൈവികമായ ഒരു കാര്യം ചെയ്യുവാൻ, സ്വർഗോന്മുഖമായ ഒരു കാര്യം ഭൂമിയിൽ നോക്കി ചെയ്യുവാൻ, സ്വർഗത്തെ നോക്കി ചെയ്യുവാൻ, സ്വർഗത്തിൽ നിന്ന് കേട്ട് ഈ ഭൂമിയിൽ ചെയ്യുവാൻ, എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അവന്റെ സാധ്യത കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, യേശു മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ ഒരു 27 മുതലുള്ള തിരുവചനത്തിൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഇടയിലാണ് ഈശോ ഇത് പറയുന്നത്. ഉടനെ അടുത്ത ഈശോ പറയാണ്, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ച ഉണ്ടാകും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. അവൻ തർപ്പിച്ചു പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ! എന്റെ പ്രിയമുള്ളവരെ, ഇതാ പത്രോസിന്റെ ബുദ്ധി കൊണ്ടും അവന്റെ സാധ്യത കൊണ്ടും അവനുള്ള മാനുഷികമായ ഒരു ദൈവ ഇഷ്ടം കൊണ്ടൊക്കെ യേശുവിനോട് പറയാണ്, യേശുവേ, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും
നിനക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കണമോ, ഏതൊക്കെ നിലയിൽ ആകണമോ ആ നിലയിൽ ആകേണ്ട വന്നാൽ പോലും ഞാൻ നിന്നിൽ നിന്നും ഇടറുകയില്ല. ഹല്ലേലൂയ. അദ്ദേഹം പറയണം, അതെന്റെ ഉറപ്പാണ്. എന്റെ പ്രിയമുള്ളവര്, എന്താണ് സംഭവിച്ചത്? റിസൾട്ട് എന്താണ്? ഇതാ പത്രോസ് 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്റെ പ്രിയമുള്ളവര്, ഒരു ദൈവിക മനുഷ്യനായി ഈ ഭൂമിയിൽ, ഒരു ദൈവമകനായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ചില പ്രഖ്യാപനത്തിലൂടെയൊന്നും ഒന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. അവിടെ മനുഷ്യന്റെ കഴിവിന് അതീതമായ, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ, മനുഷ്യന്റെ സാധ്യതകൾക്ക് അതീതമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മേൽ വന്ന് ഈ ആത്മാവിലൂടെയാണ് ഈ ദൈവികമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ അനുവർത്തിക്കാൻ സാധിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾ ഇങ്ങനെയാണ് മനുഷ്യബുദ്ധിയിൽ, അവരുടെ കഴിവിൽ, അവരുടെ സാധ്യതകളിൽ പലരും പല ശ്രമങ്ങളും നടത്തും. എന്നാൽ അവസാനം അതിന്റെ റിസൾട്ടോ വൻ പരാജയമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പൂർണ്ണ നിലയിൽ, അതതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ, അതതിന്റെ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ചില ബുദ്ധി കൊണ്ടുള്ള കഴിവ് കൊണ്ടോ ചില പരിശ്രമങ്ങളോ ചില പ്രാക്ടീസുകളോ ചെയ്താൽ നടക്കത്തില്ല, അത് പരാജയത്തിലെത്തുകയുള്ളൂ. എന്നാൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സഹായത്തിനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ദൈവികമായ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതതിന്റെ പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും പരിശുദ്ധാത്മാവ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ ഒന്ന് നന്നായി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. അങ്ങനെ അഥവാ കഴിയുന്നുവെങ്കിൽ അത് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള എല്ലാ ആത്മീയ തലങ്ങളും അത് ദൈവപിതാവിനോട് കണക്ട് ആവുകയാണ്. ദൈവപിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാകാം, സാധ്യതകളുണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ഒന്നും എത്തിക്കാൻ, ദൈവികമായി ഒരു കാര്യം എത്തിക്കാൻ സാധിക്കില്ല. എപ്പോഴും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവിനോടുള്ള ആ സഹകരണത്തിൽ സഹായം അഭ്യർത്ഥിക്കണം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ്, ബ്രദറെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു. പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടത് ഇവൻ മാനുഷിക തലത്തിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഇവന്റെ ബുദ്ധിയിലാണ് പ്രാർത്ഥിച്ചത്. ബ്രദറെ, എന്റെ ശുശ്രൂഷ ജീവിതം പരാജയപ്പെട്ടു. ഇവൻ ശുശ്രൂഷിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലോ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്താലോ പരിശുദ്ധാത്മാവിന്റെ ആലോചനയാലോ അല്ല. അവന്റേതായ ആശയത്തിൽ, അവന്റേതായ ആഗ്രഹത്തിൽ, അവന്റേതായ സ്വാർത്ഥതയിൽ, അവന്റേതായ ഏതൊക്കെയോ സ്ഥാനമാനങ്ങൾക്കൊക്കെയാണ് ഈ പരാജയത്തിന്റെ കാരണം. പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷ തുടങ്ങുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ടാണ് പ്രഘോഷിക്കപ്പെടുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് അർത്ഥശൂന്യമാവുകയില്ല, ഒരിക്കലും അതിന് ഫലരഹിതമാവുകയില്ല, ഒരിക്കലും അതിന് മൂല്യമില്ലാതെ പോവുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പരാജയപ്പെട്ടു പോയില്ലേ പാവം പത്രോസ്? പത്രോസ് എന്തൊരു വലിയ പ്രഖ്യാപനം പറഞ്ഞ്, ആരൊക്കെ ഇടറിയാലും യേശുവേ, ആരൊക്കെ എന്തൊക്കെ കാട്ടിയാൽ യേശുവേ, ഞാൻ നിന്നെ വിട്ടു പോകില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, ഞാൻ നിന്നിൽ നിന്ന് അകലില്ല എന്നൊക്കെ പറയാണ്. ആള് പറയാണ്, മരിക്കേണ്ടി വന്നാലും. അതിൽ പരം ഒരു ബന്ധം വേറെ പറയാനുണ്ടോ? മരിക്കേണ്ടി വന്നാലും. എന്റെ പ്രിയമുള്ളവര്, അതിന്റെ റിസൾട്ട് എന്താണ് സംഭവിച്ചത്? ആള് പാടെ പരാജയപ്പെട്ടു. എന്താ കാര്യം? അദ്ദേഹം പ്രഖ്യാപിച്ചതല്ല മനുഷ്യബുദ്ധിയിലാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചല്ല ഒരു ബന്ധത്തെ, മാനുഷിക ബന്ധത്തെ ബേസ് ചെയ്താണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന പത്രോസോ, മരണത്തോളം, ഹല്ലേലൂയ, തല കഴുത്തറക്കേണ്ട ആ ധന്യമായ മണിക്കൂറിൽ പോലും യേശുവിനോട് കൂടെ പറ്റിച്ചേർന്ന് മരിക്കാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ, ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനം 127 സങ്കീർത്തനത്തിൽ അതിന്റെ 1-2 തിരുവചനങ്ങൾ, 127 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ,
മനോഹരമായി അവിടെ പ്രതിപാദിക്കുകയാണ്. ഇതാ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമെത്രേ. ഇതാ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ ആത്മാവിൽ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ, ചിലത് പണിയുന്നതെങ്കിൽ, ചിലത് ചെയ്യുന്നതെങ്കിൽ അതിനൊരിക്കലും പരാജയം സംഭവിക്കുകയില്ല. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ! എന്റെ പ്രിയമുള്ളവരെ, ഇതാ മത്തായിയുടെ സുവിശേഷത്തില് 19-ാം അധ്യായത്തില് ഈശോ ശിഷ്യന്മാരോട് പറയാണ്. ശിഷ്യന്മാര് വളരെ ഭീകരമായി പറയാണ്, കർത്താവേ, ഇതൊക്കെ അങ്ങനെയാണ്, ഇത് ആർക്ക് ചെയ്യാൻ പറ്റും? ഇതാ ഒരു ധനവാന്റെ ഉപമയായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറയാണത്. അതിന്റെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള തിരുവചനത്തിലാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യൻ അസാധ്യമാണ്. ദൈവത്തിന്റെ ശക്തിയില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ മനുഷ്യൻ ഒരു രക്ഷയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുക അത് അസാധ്യമാണ്, ദുഷ്കരമാണ്, സാധ്യമാവുകയില്ല, പരാജയപ്പെടും. എന്നാൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവാത്മാവിന്റെ സഹായത്താലാണ് നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ശുശ്രൂഷിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ഹല്ലേലൂയ സഭാ ശുശ്രൂഷയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്താൽ, പരിശുദ്ധാത്മാവിന്റെ കേൾവിയാൽ, പരിശുദ്ധാത്മാവിന്റെ കാഴ്ചയാലൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ അത് 100% വിജയത്തിലെത്തും. ഇല്ല എങ്കിൽ അത് വൻ പരാജയമായിരിക്കും, വൻ പരാജയമായിരിക്കും. അതിന്റെ 5-ാം തിരുവചനത്തിലാണ് ഇതാണ് പറയുന്നത്. വചനം എങ്ങനെയാണ്? അതിന്റെ 5-ാം തിരുവചനം 5-ാം അധ്യായം 1-ാം തിരുവചനം, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മത ഉള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ നമ്മുടെ വിശ്വാസ ജീവിതം, കുടുംബ ജീവിതം, ശുശ്രൂഷ ജീവിതം, സഭാ ശുശ്രൂഷകൾ ഒക്കെ പൂർണ്ണ നിലയിൽ, അതിൻ്റെ ഉയർന്ന നിലയിൽ, അതിൻ്റെ ഉന്നമതിയിൽ എത്തണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദൈവാലയത്തിലേക്ക് നമ്മൾ അണയുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ! ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ! എൻ്റെ പ്രിയമുള്ളവരെ, ഈ സഭാപ്രസംഗത്തിൽ തന്നെ മറ്റൊരു അധ്യായത്തില്, അതിൻ്റെ 2-ാം അധ്യായത്തില് 26-ാം തിരുവചനം, തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ആനന്ദവും. ഹല്ലേലൂയ! എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ആനന്ദം. കുടുംബജീവിതം ആനന്ദകരമാകാൻ, ശുശ്രൂഷ ജീവിതം ആനന്ദകരമാകാൻ, പ്രാർത്ഥനാ ജീവിതം ആനന്ദകരമാകാൻ, നിങ്ങളുടെ ഒരു ഉപജീവന മാർഗമായ ഒരു ബിസിനസ് ആനന്ദകരമാകാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രസാദം ഉണ്ടാകും. അങ്ങനെ ദൈവപ്രസാദമുള്ളൊരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ജ്ഞാനം, ദൈവം എന്താണെന്ന് അറിയുവാനുള്ള ജ്ഞാനം, ദൈവത്തെ രുചിക്കുവാനുള്ള ജ്ഞാനം, ദൈവത്തെ പരിചയപ്പെടുവാനുള്ള ജ്ഞാനം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ജ്ഞാനം. ഹല്ലേലൂയ! ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തുകയാണ്, പൂർണ്ണമായ അറിവിലേക്ക്. അതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അവനെക്കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായൊരു വളർച്ച, പൂർണ്ണമായൊരു അറിവ്, സമ്പൂർണ്ണ ജ്ഞാനം,
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് സമ്പൂർണ്ണ ജ്ഞാനിയായിരിക്കും അവൻ ദൈവത്താൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം അവനെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അവിടെ പറയാണ്, തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും നൽകുന്നു. എല്ലാവിധ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ കർത്താവ് ഇത് തുറന്നു കൊടുക്കും, കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും, കർത്താവ് അത് പരിചയപ്പെടുത്തി കൊടുക്കും. കർത്താവ് ഈ ദൂത് അവനെ അറിയിച്ചിരിക്കും. അവന്റെ കുടുംബത്തിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യം, അവന്റെ ശുശ്രൂഷകളിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യം, അവൻ എന്ത് ശുശ്രൂഷിക്കണമോ, എങ്ങനെ ശുശ്രൂഷിക്കണമോ, എവിടെ പോകണമോ, ഈ അറിവ് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അറിവ് കൊടുക്കും, ദൈവം അറിയിപ്പ് കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ദൈവം ഒരുവനെ നാളേക്കായി അവനെ ഒരുക്കി വെളിപ്പെടുത്തി കൊടുത്ത് ആ അറിവിൽ അവൻ അയക്കപ്പെടുകയാണ്. അവൻ പോകുമ്പോൾ തന്നെ അവിടത്തേക്കുള്ള ശുശ്രൂഷയുടെ വാക്കുകൾ അവന്റെ വായിൽ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാവുകയാണ്, വെളിപ്പെടുകയാണ്, രൂപപ്പെടുകയാണ്. അവൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവനിൽ കിടക്കുന്ന ആ വാക്കുകൾ, ദൈവശബ്ദങ്ങൾ അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് താനെ അവൻ പോലും അറിയാതെ പുറത്തെടുക്കുകയാണ്. അതതിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവതിന്റെ ശക്തിയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിൽ അല്ലാതെ ഈ ഭൂമിയിൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ആ ഒരു പദം മറന്നു പോകരുത്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നതിനായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബബബറബബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനോട് കൂടെ ആര് യാത്ര ചെയ്യുന്നുവോ അവനെ പരിശുദ്ധാത്മാവ് ഒരു ഉന്നത മനുഷ്യനാക്കി മാറ്റും, ഒരു ഉന്നത നിലയിലേക്ക് ഉയർത്തും. അവന്റെ ശുശ്രൂഷ ജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലായിരിക്കും. അവന്റെ കുടുംബജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ ലെവലായിരിക്കും. അവന്റെ എല്ലാവിധ ഏരിയകളും, അവന്റെ ഉപജീവന മാർഗങ്ങളിൽ അവനൊരു സൂപ്പർ നാച്ചുറലായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ എന്ന് നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ഒരു സാധാരണ നിലയിലായിരിക്കുകയില്ല. ഒരു അസാധാരണ നിലയിൽ, ഒരു പ്രകൃത്യാതീതമായ ഒരു പ്രവൃത്തിയുടെ വ്യക്താവായി ഞാനും നിങ്ങളും മാറും. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം ആ വിധത്തിലായിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതം ആ വിധത്തിലായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ആ വിധത്തിലായിരിക്കും. നിങ്ങളുടെ സഭാ ശുശ്രൂഷകൾ ആ വിധത്തിലായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശക്തിയിൽ എപ്പോഴും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം, നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും. ഹല്ലേലൂയ. പ്രിയമുള്ളവർ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവമാണ് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ഒരു കുടുംബത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു കുടുംബനാഥനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഒരു കുടുംബനാഥയായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവമാണ് നമ്മളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ യേശുവിനോട് അപ്പോസ്തലന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിവാഹ ജീവിതം വളരെ പ്രയാസകരമാണല്ലോ. ഈശോ പറയാണ്, വരം ലഭിച്ചവർക്കല്ലാതെ ഇത് ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബജീവിതം അതൊരു വിളിയാണ്, വലിയൊരു വിളിയാണ്. പരിശുദ്ധാത്മാവിലാണ് ഈ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഈ വിളിയിലേക്ക്, ഈ വിളിക്കായി നിയോഗിച്ച് കുടുംബത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ദൈവ ശുശ്രൂഷകരാണ്. ഒരു കുടുംബത്തെ ദൈവികമായി, സ്വർഗീയമായി നിങ്ങൾ അധ്വാനിച്ച് വളർത്തിയെടുക്കുകയാണ്. ഒരു ജീവിത പങ്കാളിയെ, ചില മക്കളെ നിങ്ങൾ സ്വർഗീയരായി അവരെ വളർത്തുകയാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ വരപ്രസാദത്തിൽ, ദൈവിക കേൾവിയിൽ, ദൈവസ്വരത്തിൽ, ദൈവശക്തിയിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ ബന്ധം നിങ്ങളുടെ മക്കളിൽ അഭ്യസിപ്പിക്കുകയാണ്. നിങ്ങളൊരു വലിയ ശുശ്രൂഷകനാണ്.
ഒരമ്മ എന്ന നിലയിൽ അനേകം മക്കൾക്ക് ജന്മമേകി ഒരു നല്ല കുടുംബനാഥയായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, ആ കുടുംബത്തിന് ഐശ്വര്യമായി ദൈവം നിന്നെ ആ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം വിളിച്ചിരിക്കുകയാണ് ഒരു നല്ല മകനായിരിക്കാൻ, ഒരു നല്ല മകളായിരിക്കാൻ. ആ തലമുറയുടെ ആ പേരിന്, സൽപ്പേരിന് നിലനിർത്തുവാൻ, സഭയിൽ എന്റെ കുടുംബം എന്ന് പറയാൻ തക്കവണ്ണം നിന്നെ നോക്കി നിന്റെ അപ്പന്റെ പേരിൽ അറിയപ്പെടാൻ, നീ ഇന്ന മകന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ വ്യക്തിയല്ലേ എന്നൊക്കെ പറയാൻ, അങ്ങനെ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് സമൂഹത്തിൽ പറയുമ്പോൾ വാസ്തവത്തിൽ നിന്റെ ഇടവകയിൽ നീ ഒരു അനുഗ്രഹമാകുമ്പോൾ നിന്റെ ഇടവക അനുഗ്രഹിക്കപ്പെടുകയാണ്. നീ സഭയിലെ ഒരു കുടുംബമെന്ന സഭയിൽ, കുടുംബമാകുന്ന സഭയിൽ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഒരു വലിയ സഭയുടെ കൂട്ടമാണ് ഒരു കുടുംബം, വലിയൊരു കൂട്ടമാണ് ഒരു ഇടവക. അതുപോലെ തന്നെ ഒരു വലിയ സമൂഹമാണ്, ഒരു വിശുദ്ധ സമൂഹമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അതിലേക്ക് ദൈവം വിളിച്ച് നമ്മളെ വേർതിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു അപ്പൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്വർഗീയ അഭ്യാസത്തിന് നിങ്ങൾ അവരെ പ്രേരിപ്പിച്ച് വളർത്തിയെടുക്കുന്നെങ്കിൽ ആ ഒറ്റ കാരണത്താൽ പ്രിയ പിതാവേ, നിനക്ക് സ്വർഗം നിശ്ചയമാണ്. നീ ഒരു അമ്മ എന്ന നിലയിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച്, ഒരുപാട് അധ്വാനിച്ച് നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവിനെ കൊടുത്ത് വളർത്തി വലുതാക്കിയ ഒരമ്മ എന്ന ഒറ്റ കാരണത്താൽ നിനക്ക് സ്വർഗം നിശ്ചയമായി ലഭിക്കും. ഒരു മാറ്റവുമില്ല. കാരണം ദൈവം അതിനു വേണ്ടി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ് ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കാൻ. എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ശക്തി കൂടിയേ തീരൂ. ഒരമ്മ നല്ലൊരു വിശുദ്ധ അമ്മയാകണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി വേണം. എങ്ങനെയും ഒരു അമ്മയായിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള ഒരമ്മ ആ മക്കളുടെ എന്ത് രുചിയുള്ള ഒരു അമ്മയായിരിക്കും. ആ ഭർത്താവിന് എത്ര രുചിയുള്ള ഭാര്യയായിരിക്കും. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം പറയുന്ന ആ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ തന്നെ ഒരു കുടുംബമാകുന്ന സഭയെ ദൈവം ഏൽപ്പിച്ചു തരികയാണ്. ആ സഭയുടെ സർവീസറായി ദൈവം ഒരു അപ്പനെയും ഒരു അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിലെ വിശ്വാസികളുടെ കൂട്ടമാണ് മക്കൾ. അവരൊരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുമ്പോഴാണ് അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ അവിടെ വചനം പറയാണ്, 2 തെസ്സലോനിക്ക 1:11 പറയാണ്, നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും തന്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണ്ണ അളവിൽ പൂർണ്ണ നിലയിൽ ചെയ്യുവാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുക, അത് അനുഗ്രഹമായി തീരും. പരിശുദ്ധാത്മാവിൽ നിങ്ങളൊരു ശുശ്രൂഷ നയിക്കുക, ആ ശുശ്രൂഷ ഉന്നതമായിരിക്കും. പരിശുദ്ധാത്മാവിൽ സഭയുടെ നേതൃത്വ നിരകൾ നിങ്ങൾ ഏൽപ്പിക്കുന്ന വിശുദ്ധ ശുശ്രൂഷകൾ ഏറ്റെടുക്കുക, അത് അതിമനോഹരമായിരിക്കും. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ സ്വർഗീയരായി ഭൂമിയിൽ നിങ്ങളുടെ ശുശ്രൂഷ വഴി മാറ്റപ്പെടും. ഹല്ലേലൂയ. ആ ഒറ്റ കാരണത്താൽ നിങ്ങൾക്ക് നിത്യതയിൽ ഉന്നത ശ്രേഷ്ഠമായ നിലയിൽ ഉന്നതമായൊരു സ്ഥാനം നൽകുകയും ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എല്ലാം പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ വാസ്തവത്തിൽ നമുക്കൊന്നും ചെയ്യുവാനില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ, മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ വിട്ട് പിരിയില്ല. എന്താണ് റിസൾട്ട് ഉണ്ടായത്? അവസാനം അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. കാരണം ഒന്നാണ്, പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ആ നാളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രാപിച്ചില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ശക്തി പ്രാപിക്കും. ഒരു കുടുംബനാഥ എന്ന നിലയിൽ ശക്തി പ്രാപിക്കും. ഒരു മകനോ മകളോ എന്ന നിലയിൽ ഒരു നല്ല അപ്പന്റെ, നല്ല അമ്മയുടെ നല്ല മക്കളായി തീരും. ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു സമർപ്പിത ജീവിതം എന്ന നിലയിലെല്ലാം
ഒരു ഉന്നത പദവി അലങ്കരിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നുകൊണ്ടേയിരിക്കണം. എല്ലാ ദിനത്തിനും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലയോ എന്ന്. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12-13 തിരുവചനത്തിൽ ഈശോ പരിചയപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഒരു ശക്തിയുടെ വ്യക്താവായി ഒരു നല്ല കുടുംബ ജീവിതം നയിക്കുവാൻ, ഒരു സഭാ ശുശ്രൂഷ ജീവിതം നയിക്കുവാൻ, ഒരു സമർപ്പിത ജീവിതം നയിക്കുവാൻ, കർത്താവേ, ഒരു ഉപജീവന മാർഗത്തിൽ ഒരു ബിസിനസ് നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ, ഒരു നല്ല ജോലിയിൽ നല്ല നിലയിൽ ആയിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം അനുദിനം ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.